അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ അവസരവാദിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസരവാദ നിലപാടുകാരനും കോൺഗ്രസും ചേർന്ന ബി.ജെ.പി. വോട്ട് വാങ്ങാനാണ് പ്ലാനെന്ന് അമ്പലപ്പുഴയിലെ LDF പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അവസരവാദ നിലപാടുകാരൻ ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിൽ താഴ്ന്നു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രകടിതമായ അവസരവാദ നിലപാടിന്റെ ഒരു UDF പ്രതീകമായി ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം മാറിയിരിക്കുകയാണ്. ഇതിലൂടെ LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് പരീക്ഷിക്കുന്നത്. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണാണിത്. ആ മണ്ണിന് അതിൻ്റേതായ ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതെങ്കിലും തരത്തിൽ വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അശ്വിൻ, അമ്പലപ്പുഴയിൽ മുഖ്യമന്ത്രി എന്ത് പ്രസംഗിക്കുന്നു, ജി സുധാകരനെതിരെ എന്ത് പറയുന്നു എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു രാഷ്ട്രീയ കേരളം. അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ജി സുധാകരനെതിരെ നടത്തിയതല്ലേ? തീർച്ചയായും പുന്നപ്രയുടെ രാഷ്ട്രീയ ചരിത്രം, പുന്നപ്ര വയലാർ സമര ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരനെതിരായ വിമർശനം അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. ഈ മണ്ണിന്റെ ചരിത്രം അത് വഞ്ചകരെ പ്രോത്സാഹിപ്പിക്കുന്ന ചരിത്രമല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം ഒരു വ്യതിയാനത്തിനുമൊപ്പം ആലപ്പുഴ ജില്ലയെ അമ്പലപ്പുഴയെ പോകില്ല, നാടും നാട്ടുകാരും ശരിയായ ദിശയിൽ നിലകൊള്ളും എന്നുള്ളതാണ് പറയുന്നത്. അവസരവാദ നിലപാടുകാരൻ എന്നാണ് ജി സുധാകരനെ പിണറായി വിജയൻ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവസരവാദ നിലപാടുകാരനാണ് ജി സുധാകരൻ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ വാക്ക്. ഒപ്പം അവസരവാദ നിലപാടുകാരൻ ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിൽ വീണു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗം അവസാനിപ്പിച്ചത്. അമ്പലപ്പുഴയിൽ LDFന് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന ആത്മവിശ്വാസം കൂടി പിണറായി വിജയൻ ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം പാർട്ടിയും നാടുമെല്ലാം ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിക്കൊപ്പം നിന്ന ചരിത്രം കൂടി പിണറായി വിജയൻ ഇതിനോടൊപ്പം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴയിൽ കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജി സുധാകരനെതിരായ കടുത്ത വിമർശനം അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാതെയാണെങ്കിൽ പോലും പിണറായി വിജയൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഒപ്പം കോൺഗ്രസും BJPയുമായി ചേർന്ന് നിന്നുകൊണ്ട് LDFനെ തോൽപ്പിക്കാനാകുമോ എന്നുള്ളതാണ് ഈ അവസരവാദ നിലപാടുകാരന്റെ ശ്രമമെന്നും പിണറായി വിജയൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അമൽ, ശരി. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. അമ്പലപ്പുഴയിൽ സലാമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് ജി സുധാകരനെതിരെ അതിരൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.